കാറ്റിനോട് പോലും അവർ സല്ലപിക്കുകയാണ്. കാറ്റേ നീ മദീനത്തേക്ക് എത്തിപ്പെട്ടാൽ എന്റെ സലാം അവിടേക്കൊന്ന് പറയണം കേട്ടോ. മൻ വജുഹു ശംസുൽ ദുഹാ മൻ ഖദ്ദുഹു ബദ്റുദ് ദുജാ. അവിടത്തെ മുഖമതാ ശംസുൽ ദുഹാ, ദുഹാ സമയത്തെ സൂര്യനെ പോലെയാണ്. മൻ ഖദ്ദുഹു ബദ്റുദ് ദുജാ. ആ മുത്തനബി തങ്ങളുടെ മുഖകമലമാണെങ്കിലോ ചന്ദ്രനെ പോലെ പ്രശോഭയുള്ള മുഖകമലമാണ്. മന്ദാത്തുഹു നൂറുൽ ഹുദാ. അവിടത്തെ തടിയുണ്ടല്ലോ അത് സന്മാർഗത്തിന്റെ പ്രകാശ സ്വരണം തന്നെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളാണെങ്കിലോ ഔദാര്യത്തിന്റെ കടലാണ്. ആരെന്ത് ചോദിച്ചാലും ഇല്ല എന്ന് മറുപടി പറയാത്ത നേതാവിന്റെ പ്രിയപ്പെട്ട അനുയായികളാണ് നമ്മളെങ്കിൽ ഖുദാ കി रज़ा चाहता है जो आलम खुदा चाहता है रज़ाए मुहम्मद. वो हबीबाയ തങ്ങളെ ഖുദാ കി റസാ, അല്ലാഹുവിന്റെ തൃപ്തിയാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതെങ്കിൽ ഇരുലോകവും അല്ലാഹുവിന്റെ തൃപ്തിയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഖുദാ ചാഹതാ ഹൈ റസായെ മുഹമ്മദ്. അല്ലാഹു ആഗ്രഹിക്കുന്നത് ആരുടെ തൃപ്തിയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയാണ്. അതുകൊണ്ടല്ലേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു കൊണ്ടിരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രയാസം തോന്നുകയാണ്. കുട്ടിക്കാലം മുതൽ ഞാൻ വല്ലാതെ ബഹുമാനത്തോടെ കണ്ട കഅബയിലേക്കൊന്ന് എനിക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആ മുത്തുനബി തങ്ങൾ ആഗ്രഹിക്കുമ്പോഴേക്ക് അല്ലാഹു ഖുർആനിൽ ആയത്ത് ഇറക്കുന്നു. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. നബിയേ, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഖിബ്ലയിലേക്ക് തങ്ങളുടെ മുഖം തിരിക്കൂ. തങ്ങൾക്ക് പ്രയാസം വന്നപ്പോഴല്ലേ വദ്ദുഹാ സൂറത്ത് അവതരിച്ചത്. അതിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയേ, തങ്ങളുടെ റബ്ബ് ഉപേക്ഷിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നുണ്ടല്ലോ, വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. തങ്ങൾക്ക് വേണ്ടതൊക്കെയും അല്ലാഹു തരും നബിയേ. ഫതർദാ. അപ്പൊ തങ്ങളത് തൃപ്തിപ്പെടും കേട്ടോ.